ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരുക. ഈശോ നിൻ്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ഈശോ ഇന്ന് നിൻ്റെ കുടുംബത്തിലേക്ക് വന്നിട്ട് നിൻ്റെ കുടുംബത്തിൻ്റെ മേഖലകളെ അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ അനുഗ്രഹം പറ്റുമ്പോൾ നീ ജീവിതത്തിൽ എപ്പോഴും ഉറപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈശോയുടെ ഹിതത്തിനനുസരിച്ചാണ് നീ ജീവിതത്തെ ക്രമീകരിക്കുന്നതെന്ന്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 12-ാമത്തെ അധ്യായം 50-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ് പറയുക: സ്വർഗസ്നായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. സ്വർഗസ്നായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന വ്യക്തിയെ ഈശോ സഹോദരനും സഹോദരിക്കും അമ്മയ്ക്കും തുല്യമാക്കിയിരിക്കുക. ഈശോയുടെ അമ്മയും സഹോദരങ്ങളൊക്കെ ഈശോനെ കാണാനെത്തിയ അവസരത്തിൽ ഈശോ പറയുന്ന ഒരു കാര്യമാണ്. നീ ദൈവത്തിൻ്റെ ഹിതത്തിന് നിന്റെ ജീവിതത്തിൽ വില കൊടുക്കുമെങ്കിൽ ഈശോ നിനക്കൊരു വലിയ വില നൽകുന്നുള്ള, ഈശോയുടെ സ്വന്തം എന്ന വില നൽകുന്നുള്ളതാ. അത് ഈ വചനം പറഞ്ഞു വയ്ക്കുക. ഒന്ന് പരിശോധിക്കണേ, നീ നിന്റെ ജീവിതത്തിൽ നിന്റെ ഈശോയ്ക്ക് കൊടുക്കുന്ന വിലയെപ്പറ്റി, ഈശോയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യത്തെപ്പറ്റി, ഈശോയ്ക്ക് നൽകുന്ന പ്രയോറിറ്റിയെപ്പറ്റി. നിന്റെ ജീവിതം നീ തന്നെയാണ് മെച്ചപ്പെടുത്തേണ്ടത്. നിനക്കത് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറസാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോയെ, നിനക്ക് വില നൽകുവാനായിട്ട്, പ്രയോറിറ്റിയിൽ 1-ാം സ്ഥാനം നിനക്ക് നൽകുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദിവസത്തിന് വേണ്ട കൃപകളും നന്മകളെല്ലാം നൽകി അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അത്യുന്നതൻ നീ അങ്ങേ പോലൊരു